അടുത്തതായി വേദി ഒന്നിൽ ഫൈൻ ആർട്സ് ഡേ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ആരംഭിക്കുന്നതാണ്. Proudly presents before you Fine Arts Day celebration 2K24 Thalada. The results of the whole events of fine arts. In fourth position, we have our blue group Olympians with updated 20 points and the third place is with Trojans yellow group with updated 58 points. Second place is with the hands of Romans green group with 69 points, and there is no one to beat the first place, that is Spartans red group with 73 points. First let me invite Hiba Sharan and team for the prayer. College Union Secretary, Fine Arts, for the welcome address. നമസ്കാരം. ഇതിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് 2023-24 വർഷത്തെ കോളേജ് ആർട്സ് ഡേയുടെ വേദിയിലാണല്ലോ. ഈ സമയത്ത് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു ഫൈൻ ആർട്സ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഇവിടെ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്നുള്ളത് ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ കൃഷ്ണ സാറിനെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള റഷീദ് മോങ്ങം സാറിനെയും ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റെല്ലാവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഇതിൻ്റെ പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന നല്ലവരായ എല്ലാ അധ്യാപകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൃഷ്ണ സാറെ സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Krishan sir, Principal of MAO College, for the presidential address. വേദിയിലിരിക്കുന്ന ആരാധ്യരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വിശിഷ്ട റഷീദ് മോഹൻ സാർ, അതുപോലെ തന്നെ ആർട്സ് കോർഡിനേറ്റർമാരായിട്ടുള്ള വാസി സാർ, നെലൂഫർമീസ് സ്റ്റാഫ് സെക്രട്ടറി അസ്ലം സാർ, സ്റ്റാഫ് അഡ്വൈസർ സജ്മീർ സാർ, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്
അതുപോലെ തന്നെ കോളേജ് യൂണിയൻ്റെ ചെയർമാൻ, സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി അനുശ്രീ, മറ്റു ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. 2023-24 അധ്യയന വർഷത്തെ കോളേജിൻ്റെ ആർട്സ് ഫസ്റ്റാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ആർട്സ് ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫ് സ്റ്റേജ് ഇനങ്ങൾ ഇതിനകം തന്നെ ഭംഗിയായി പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് സ്റ്റേജ് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കലാലയ ജീവിതത്തിൻ്റെ ഏറ്റവും നിറമുള്ള ചിത്രങ്ങളായിട്ട് മാറുന്ന വളരെ എന്താ പറയുക, വഴിയിൽ നിന്ന് വീട് കിട്ടുന്ന ഒരു ഭാഗ്യ ദിനങ്ങളാണ് ഇത്തരത്തിലുള്ള കലാമേളകളും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കലാലയമൊക്കെ വിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മളെ മനസ്സിലേക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കലാജീവിതത്തെക്കുറിച്ച്, അധ്യയനത്തെക്കുറിച്ച്, പഠനകാലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് മഞ്ഞ് പോലെ അല്ലെങ്കിൽ മഞ്ഞുരുക്കും പോലെ ഉരുകി ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് സ്വപ്നങ്ങളിലൂടെ പകർന്നു വരുന്ന ഒരു നേർധാര തന്നെയാണ് ഇത്തരത്തിലുള്ള സ്മൃതികൾ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരം വേദികൾ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഈ അവസരത്തിൽ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുക. ഓരോ സദസ്സും പ്രൗഢഗംഭീരമാകുന്നത് അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ഒരു പ്രൗഢത കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഉദ്ഘാടനത്തിനായിട്ട് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ബഹുമാനപ്പെട്ട റഷീദ് മോഹൻ സാർ അവർകളാണ്. സാറെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നിങ്ങൾക്കൊക്കെ വളരെ അറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അംബേദ്കർ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു മാണിക്യം തന്നെയാണ് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ആരാധ്യയായ ഇംഗ്ലീഷ് വിഭാഗത്തിലെ HOD നൗഷിദ മിസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപാഠി കൂടിയായ ജാഫർ സാറിനും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ ഈ ഒരു കലാവസ്തുവിനെക്കുറിച്ച് 1-2 വാക്കുകളിൽ പറഞ്ഞിട്ട് വൈകിയ സമയം ഞാൻ അവസാനിപ്പിക്കുക. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്തരം ഭംഗിയായ ഫസ്റ്റ് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾ, യൂണിയൻ മെമ്പേഴ്സിന് എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ സ്മരിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ പറയാം. കാരണം പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് അധ്യാപകർ ഫസ്റ്റാണോ എന്നപോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഇവിടെ രാത്രി ഊണും ഉറക്കം ഒഴിച്ച് അധ്വാനിക്കുകയാണ്. 11 മണിക്കും 12 മണിക്കൊക്കെ ഞാൻ ബാസി സാർ വിളിക്കുമ്പോൾ ചെറുപ്പം തീരും, ഓഫീസിൽ ആ വർക്ക് ചെയ്യാണ്, ഈ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ഈ പ്രവർത്തനം അതിന് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നിലൂഫർ മിസ്, ആർട്സിൻ്റെ ഓഫ് സ്റ്റേജ് ഇനത്തിൻ്റെ കോർഡിനേറ്ററായുള്ള നിലൂഫർ മിസ്സിനെ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ആ ഒരു വെക്കേഷൻ സമയത്ത് വ്യക്തമായ ഒരു ചാർട്ടിലൂടെ കൂടി ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി ഈ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ആ വാലേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അത് ആരവങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെ, കാട്ടിക്കൂട്ടലുകളില്ലാതെ, പച്ച മലപ്പുറം ഭാഷയെ പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചു. അതിന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആർട്സ് ഫസ്റ്റ് ആര് ഏറ്റെടുക്കും അങ്ങനെ വിഷയമായിരുന്നു. കാരണം ഇത് നിസ്സാര പണിയല്ല, വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം 10 വർഷമൊക്കെ ഇതിന് കോർഡിനേറ്റർ ആയ ആളാണ്. നമുക്കറിയാം, വേദിയിൽ ഇത് കെട്ടി ഒരു കുട്ടി പരിപാടി അവതരിപ്പിച്ച് ജഡ്ജ്മെൻറ്റ് ഷീറ്റ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്നവരെ ആ കോർഡിനേറ്റർ ഉള്ളിൽ കൂടി പോകുന്നത് ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിൻ്റെ തീവ്രത അളന്നാൽ ഭയങ്കരമായിരിക്കുന്നത്. ഇത് വളരെ കാര്യക്ഷമത ഏറ്റെടുത്തുകൊണ്ട് ബാസി സാറും അതുപോലെ തന്നെ നൗഷിദ മിസ് അതുപോലെ തന്നെ മറ്റു പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, HODമാർ, ഇവരെല്ലാവർക്കും ഈ അവസരത്തിൽ കോളേജിൻ്റെ ഭാഗത്ത് പ്രിൻസിപ്പൾ എന്ന രീതിയിൽ ഒരു അഭിനന്ദനം അർപ്പിച്ചിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും അവരോട് ചെയ്യുന്നൊരു കുറ്റമാവുന്നുള്ളത് കൊണ്ട് അത് ഞാൻ നിർവഹിക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ യൂണിയനാണോ അല്ലെങ്കിൽ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആണോ അല്ലെങ്കിൽ പ്രതിനിധിയാണോ എന്ന് നോക്കാതെ ഞങ്ങളുടെ പരിപാടിയായിട്ട് നമ്മുടെ പരിപാടിയെടുത്ത് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾ, അതോടൊപ്പം തന്നെ ഇതിൽ ചിക്കാൻ പഠിക്കുന്ന യൂണിയൻ്റെ ഭാരവാഹികൾ, യൂണിയൻ്റെ പ്രവർത്തകർ എല്ലാവർക്കും 1000 ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കലാരവം എന്നുള്ള പേര് അനർത്ഥമാക്കും വിധം ഏറ്റവും മഹനീയമാകട്ടെ ഇന്നത്തെ ചടങ്ങുകളെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.